ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിട്ടും മികച്ച സേവനം നൽകാത്ത വിമാന കമ്പനികൾക്കെതിരെ പലപ്പോഴായി യാത്രക്കാർ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം വിമർശനങ്ങൾ കൂടിപ്പോയാൽ ചെറിയ പ്രതിഷേധത്തിലോ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിലോ ഒതുങ്ങുകയാണ് പതിവ്. എന്നാൽ അർഹമായ സേവനം ലഭ്യമാക്കാത്ത കുവൈത്ത് എയർവേസിനെ നിയമപരമായി നേരിട്ട ലക്ഷങ്ങളുടെ നഷ്ടപരിഹാരം സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ ദമ്പതികൾ. കുവൈത്ത് എയർവേസിൽ നേരിട്ട ദുരിത യാത്രയ്ക്ക് പകരമായി 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് ഡോക്ടർ ദമ്പതികൾക്ക് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചിരിക്കുന്നത്. വളാഞ്ചേരി സ്വദേശികളായ ഡോക്ടർ NM മുജീബ് റഹ്മാൻ, ഡോക്ടർ CM ഷക്കീല എന്നിവർ നൽകിയ പരാതിയിലാണ് നടപടി. 2023 നവംബർ 30-നും ഡിസംബർ 10-നുമാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത്. 2023 നവംബർ 30-ന് കൊച്ചിയിൽ നിന്നും കുവൈത്ത് വഴി ബാഴ്സലോണയിലേക്കും ഡിസംബർ 10-ന് മാഡ്രിഡിൽ നിന്നും തിരിച്ചും യാത്ര ചെയ്യാൻ കുവൈത്ത് എയർവേസിൽ ബിസിനസ് ക്ലാസ്സിൽ ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാഡ്രിഡിൽ നിന്നും ഫ്ലൈറ്റിൽ കയറിയ ശേഷമാണ് വിമാനം കുവൈത്ത് വഴിയല്ല ദോഹ വഴിയാണ് പോകുന്നതെന്ന് പരാതിക്കാരെ അറിയിച്ചത്. ദോഹയിൽ ഇറക്കിയ പരാതിക്കാർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ യാത്രക്കാർക്ക് നൽകുന്ന വിശ്രമ സൗകര്യമോ ഭക്ഷണമോ നൽകിയില്ല. സ്വന്തം ചിലവിൽ ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടിയും വന്നു. തുടർ യാത്രയ്ക്ക് ബോർഡിംഗ് പാസ് ലഭിച്ചതിനാൽ വിമാനത്തിൽ കയറിയെങ്കിലും അവിടെ നിന്നും ഇറക്കി വിട്ടു. നേരത്തെ ബുക്ക് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി 24 മണിക്കൂർ വൈകിയാണ് പരാതിക്കാർക്ക് നാട്ടിൽ എത്താനായത്. തുടർന്നാണ് വിമാന കമ്പനിയുടെ സേവനത്തിലെ വീഴ്ചയ്ക്കെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. കുവൈത്തിൽ കാലാവസ്ഥ മോശമായതിനാൽ പരാതിക്കാരുടെ സുരക്ഷ കാരണമാണ് യാത്ര ദോഹ വഴിയാക്കിയതെന്നും ബോർഡിംഗ് പാസ് നൽകുമ്പോഴത്തെ ഉപദേശങ്ങൾ പാലിക്കാത്തതിനാണ് വിമാനത്തിൽ നിന്നും ഇറക്കേണ്ടി വന്നതെന്നും സേവനത്തിൽ വീഴ്ചയില്ലെന്നും വിമാന കമ്പനി വാദിച്ചു. വാദങ്ങളും രേഖകളും പരിശോധിച്ച കമ്മീഷൻ എതിർകക്ഷിയുടേത് സേവനത്തിലെ വീഴ്ചയാണെന്നും കുവൈത്തിൽ മോശം കാലാവസ്ഥയുണ്ടായിരുന്നുവെന്ന് കാണിക്കാൻ രേഖയൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും കണ്ടെത്തുകയായിരുന്നു.